നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജധാനിക്ക് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹിമാൻ. വാരണാക്കര മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് റോഡില്ല, പ്രതിഷേധം ശക്തമാകുന്നു. NFSA ഗോഡൌണിലെ തട്ടിപ്പ് ഗുരുതരം, സമഗ്ര അന്വേഷണം വേണമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. കാലവർഷം ശക്തി പ്രാപിച്ചു. വെട്ടം പഞ്ചായത്തിൽ 15ഓളം വീടുകളിൽ വെള്ളം കയറി. തിരൂർ ബസ് സ്റ്റാൻഡിനകത്ത് മലിനജലം, മിക്ക കടകളും തുറന്നില്ല. പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായി താലൂക്കാട്ട് പാടം ഡ്രെയിനേജ് കം റോഡ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് പോകുന്ന രാജധാനി ട്രെയിനിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് റെയിൽവേയുടെ സംസ്ഥാനത്തെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയോടും ഉന്നത ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു. അനുഭാവപൂർണമായ തീരുമാനമെടുക്കുവാൻ റെയിൽവേ തയ്യാറാകണമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വാണിജ്യ പ്രാധാന്യവും യാത്രാ തിരക്കുമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. രാജധാനിക്ക് സ്റ്റോപ്പില്ലാത്തതിനാൽ ജില്ലയിൽ നിന്നുള്ള യാത്ര ഏറെ ദൂരെയുള്ള ഷൊർണൂർ, തൃശൂർ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി കയറേണ്ടി വരുന്നു. ഇത് യാത്രക്കാർക്കും ചരക്കുകൾ അയക്കുന്നവർക്കും വലിയ പണച്ചെലവും സമയനഷ്ടവും വരുത്തുന്നു. രാജധാനി ട്രെയിനിൽ ഡൽഹിയിലേക്കും ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്കുമുള്ള യാത്രക്കാരിൽ വലിയ ശതമാനവും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ തീരുമാനമെടുക്കുവാൻ റെയിൽവേ തയ്യാറാകണമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ടു. വെട്ടം ന്യൂസ്, തിരൂർ. വളവന്നൂർ പഞ്ചായത്തിലെ വാരണാക്കര മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ക്ഷേത്രത്തിലേക്കെത്തുന്ന കോൺക്രീറ്റ് റോഡിൽ നിന്ന് 400 മീറ്ററോളം വരുന്ന ഭാഗം ഇനിയും ഗതാഗത യോഗ്യമാക്കാത്തതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. വാരണാക്കര മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. വർഷങ്ങൾക്ക് മുൻപ് വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും BJP നിവേദനം നൽകിയിരുന്നു. തുടർന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വെറും 100 മീറ്ററിന് താഴെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയത്. ബാക്കി വരുന്ന 400 മീറ്ററോളം വരുന്ന ഭാഗം ഇനിയും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ്. ഭക്തജനങ്ങൾക്കും ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്കും വളരെ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. അടിയന്തരമായി വിഷയത്തിന് പരിഹാരം കാണണമെന്ന് BJP തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ ആവശ്യപ്പെട്ടു. ഇവിടെ ശ്രീ മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു 2-3-4 വർഷമായിട്ട് നമ്മൾ നിരന്തരം പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടുള്ളതാണ് ഈ ശ്രീ മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ശോചനീയാവസ്ഥ. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി അത് കാര്യമായിട്ട് ഗൗരവത്തിലെടുക്കാതെ നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വെറും ഒരു 100 മീറ്റർ താഴെ മാത്രമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ചെയ്ത് തന്നത്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന നെല്ലാപ്പറമ്പ് അതുപോലെ തന്നെ ആ തുവക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ എത്തിച്ചേരേണ്ട ഒരു വഴിയാണ്, റോഡാണിത്. പക്ഷേ ഓട്ടോ പോലും ഓട്ടോക്കാർ പോലും വരാൻ റെഡിയാവാത്ത ഒരു സാഹചര്യമാണ് ഈ ക്ഷേത്രത്തിലേക്ക്.
ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ടു പോകുമെന്നും അനീഷ് പറഞ്ഞു. വെട്ടം ന്യൂസ്, വളവന്നൂർ. കേരളത്തിൽ നടന്നുവരുന്ന കൊള്ളയുടെയും അഴിമതിയുടെയും ചെറുരൂപം മാത്രമാണ് വളവന്നൂർ NFSA ഗോഡൌണിൽ നടന്ന വെട്ടിപ്പിലൂടെ കണ്ടെത്തിയിട്ടുള്ളതെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വ്യാപകമാണെന്ന് പൊതുവെ ആക്ഷേപമുണ്ടെന്നും ഒരു ചെറുഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നും MLA പറഞ്ഞു. ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണ്ടതുണ്ട്. അരിയും ഗോതമ്പും മറ്റു വസ്തുക്കളും മറിച്ചു വിൽക്കുക, ചീത്തയായ അരി ശേഖരിച്ച് മിനുക്കിയെടുത്ത് റേഷൻ കടകളിലൂടെ വിതരണം നടത്തുക, കേരളത്തിൽ സംഭരിച്ച നെല്ല് സംസ്കരിച്ചെടുത്ത അരി ഉയർന്ന വിലയ്ക്ക് കരിഞ്ചന്തയിലൂടെ വിൽപ്പന നടത്തുക, തമിഴ്നാട്ടിൽ നിന്നും മറ്റും നിലവാരം കുറഞ്ഞ നെല്ല് സംഭരിച്ച് അവ സംസ്കരിച്ച് റേഷൻ കടകളിലൂടെ വിതരണം നടത്തുക എന്നിങ്ങനെയുള്ള പല തട്ടിപ്പുകളും നിയമസഭയിൽ തന്നെ ഇതിനകം ഉന്നയിച്ചിട്ടുള്ളതാണ്. 3 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് വളവന്നൂർ ഗോഡൌൺ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. CPM സെക്രട്ടറിയുടെ അഭിപ്രായപ്രകാരം അവിടെ നടത്തിയ തട്ടിപ്പിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2003 ജൂണിൽ ഉദ്യോഗസ്ഥതല പരിശോധനയിലും അതേ വർഷത്തെ ഇന്റേണൽ ഓഡിറ്റിംഗിലും ഈ വർഷാരംഭത്തിലെ സ്റ്റോക്ക് എടുപ്പിലും ഈ തട്ടിപ്പ് പ്രകടമായതായിരുന്നു. എന്നാൽ ഇതുവരെ ഇത് പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാനായിരുന്നു? ഇടതുഭരണത്തിൽ വ്യാപകമായി നടന്നുവരുന്ന ഗൗരവപരമായ ഇത്തരം കൊള്ളകളെ മറച്ചുവെക്കാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ് CPM നേതാവിന്റെ MLAക്കെതിരെയുള്ള പ്രസ്താവന. മുസ്ലിം ലീഗും UDFും എന്നും ഇത്തരം അഴിമതികൾക്കെതിരെ ശബ്ദിക്കുകയും പൊരുതുകയും ചെയ്തു വരികയാണ്. CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പായതാകാം മറ്റു കൊള്ളകളും അഴിമതികളും മറച്ചുവെച്ച് ഇതിനെതിരെ സമരത്തിനെത്താൻ CPM തയ്യാറായതെന്നും പൊതുജനത്തിന് തിരിച്ചറിയാനാവുമെന്നും കുറുക്കോളി മൊയ്തീൻ MLA പ്രസ്താവനയിൽ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. കാലവർഷം ശക്തി പ്രാപിച്ചു. വെട്ടം പഞ്ചായത്തിൽ 15ഓളം വീടുകളിൽ വെള്ളം കയറി. ഉണ്ണിയാൽ, നിറമരുതൂർ, പൊന്മള, പെരുന്തല്ലൂർ, വാളമരുതൂർ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടമുണ്ടായി. കാലവർഷക്കെടുതിയെ നേരിടാനായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി തഹസിൽദാർ S. ഷീജ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നിറമരുതൂർ ഉണ്ണിയാൽ വാർഡ് 5-ൽ കൊല്ലപ്പറമ്പിൽ കണ്ടപ്പൻ എന്നയാളും കുടുംബവും താമസിച്ചു വരുന്ന ടെറസ് വീടിന് മുകളിൽ തെങ്ങ് വീണ് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. നിറമരുതൂർ വാർഡ് 5-ൽ ചാത്തങ്ങാട്ടിൽ ഭാസ്കരൻ, മാടമ്പാട്ട് ഏനിക്കുട്ടി, പള്ളിപ്പറമ്പിൽ അഹമ്മദ് കുട്ടി, പൊന്മള വില്ലേജിലെ കിളിയമണ്ണിൽ മൊയ്തീൻകുട്ടി, പെരുന്തല്ലൂരിലെ വട്ടപ്പറമ്പിൽ ലൈല, വാളമരുതൂരിലെ വലിയ വീട്ടിൽ സഹദേവൻ എന്നിവരുടെ വീടിന് മുകളിലും തെങ്ങും മരങ്ങളും വീണ് വീടിന് കേടുപാടുപറ്റി. ആളപായമില്ല. വെട്ടം പഞ്ചായത്തിൽ വാക്കാട്, പടിയം പ്രദേശങ്ങളിൽ 15ഓളം വീടുകളിൽ വെള്ളം കയറി. കാലവർഷക്കെടുതിയെ നേരിടാനായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി തഹസിൽദാർ S. ഷീജ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. കനത്ത മഴയിൽ തിരൂർ ബസ് സ്റ്റാൻഡിനകത്ത് വെള്ളം കയറി. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് പുറകുവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നുള്ള മലിനജലമാണ് ബസ് സ്റ്റാൻഡിനകത്ത് ഒഴുകിയെത്തിയത്. ദുർഗന്ധം കാരണം മിക്ക കടകളും അടച്ചിട്ടു. ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മലിനജലമാണ് ഡ്രൈനേജ് നിറഞ്ഞു കവിഞ്ഞ് ബസ് സ്റ്റാൻഡിനകത്തെത്തിയത്. ബസ് സ്റ്റാൻഡ് പ്ലാറ്റ്ഫോമുകളിൽ അടക്കം വെള്ളം തളം കെട്ടി നിന്നത് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാനോ ഇതിലൂടെ ജനങ്ങൾക്ക് നടക്കുവാനോ കഴിയാത്ത അവസ്ഥ. വെള്ളം ഒഴുകിപ്പോകുന്ന ഓട അടഞ്ഞതും വെള്ളം ശക്തമായി ഒഴുകിപ്പോകുവാൻ തടസ്സമായി. 10 മണിയോടുകൂടി നഗരസഭയിലെ തൊഴിലാളിയും തിരൂർ നസീസ് ഹോട്ടലിലെ തൊഴിലാളികളും ചേർന്ന് സ്ലാബ് ഉയർത്തുകയും ഓടയിലെ തടസ്സം മാറ്റുകയും ചെയ്തതോടുകൂടി വെള്ളം ഭാഗികമായി ഒഴുകി. വൃത്തിഹീനമായ സാഹചര്യവും ദുർഗന്ധവും കാരണം മിക്ക കടകളും തുറന്നില്ല. വെട്ടന്യൂസ്, തിരൂർ. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് സംയുക്ത പദ്ധതിയിലൂടെ താലൂക്കാട്ടുപാടം റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി. താന്നാളൂർ ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകൾ ഉൾക്കൊള്ളുന്ന താലൂക്കാട്ടുപാടം ഡ്രൈനേജ് കം റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും താന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷവും താന്നാളൂർ ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിലേക്ക് അനുവദിച്ച 4 ലക്ഷം വീതം 8 ലക്ഷവും ചേർത്ത് 23 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. ചടങ്ങിൽ താന്നാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനത്ത് മുഖ്യാതിഥിയായി. ബ്ലോക്ക് മെമ്പർ ആബിദ ഫൈസൽ, വാർഡ് മെമ്പർമാരായ ഫസീല ഷാജി, V. ജുസൈറ എന്നിവർ പ്രസംഗിച്ചു. KN മുത്തക്കോയ തങ്ങൾ, മച്ചിങ്ങൽ
കേണൽ സൈദലവി, അബ്ദുറഹിമാൻ മാസ്റ്റർ, ഉബൈദുള്ള താന്നളൂർ, ഹക്കിം തങ്ങൾ, വി ആരിഫ്, വി പി ലത്തീഫ്, വി പി മജീദ് ആറ്റുകോയ തങ്ങൾ, എ വി അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് താന്നാളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.